പിന്നെ കാണല്ലേ സ്വപ്നം കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ മാത്രം എന്താ സ്വപ്നം കാണാത്തെ? മോള് കാണലുണ്ടാവും. തോന്നാണിട്ടാ. ഇല്ല മുത്തശ്ശി, ഞാൻ ഇതുവരെ ഒരു സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഉറങ്ങല്ലോ, ഞാനിപ്പ എന്താ പറയാ? അമ്മയൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കൂടുതലാ. ഇപ്പൊ റെഡി ആവാൻ നോക്ക്. 7 മണിക്ക് മ്യൂസിക് ടീച്ചർ വരും, 8 മണിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉള്ളതാ. അത് കഴിഞ്ഞിട്ട് വേണം ട്യൂഷന് പോകാൻ. ഇന്ന് അവധിയാണെന്ന് വെച്ച് പഠിച്ചിട്ട് കിടന്നൊന്നും കരുതണ്ട. അമ്മ ഓരോന്നും പറഞ്ഞോളെ ഭക്ഷണാക്കിയത്. അതിന് ഞാനിപ്പ എന്താ പറഞ്ഞേ? കുട്ടി ഓരോന്ന് ചോദിച്ചു, ഞാൻ ഓരോന്ന് പറഞ്ഞു. ഇനി ചോദിക്കാൻ പറയണം നിൽക്കണ്ട. പെൺകുഞ്ഞാന്നുള്ള ഓർമ്മ വേണം. അതൊക്കെ എനിക്ക് നല്ലപോലെ ഓർമ്മയില്ല. എന്നെ ഭരിക്കാമെന്ന് നല്ല കാര്യായി. നേരെ ചൂവെ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത ഞാൻ ഓ എന്റെ ദൈവമേ, 100 കൂട്ടം പണികളാ. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. കുട്ടികളൊന്നല്ല, കഥറിയാത്ത കുട്ടിയോളാ. കുട്ടികൾക്കു താങ്ങാവുന്നതേ അവരുടെ തോളെടുത്ത് വയ്ക്കാവൂ. എനിക്ക് വയ്യ. എനിക്ക് പാട്ടിലും ഡാൻസിലും ഒന്നിനും ഒരു താല്പര്യമില്ല. എന്നാ ഈ കുട്ടി പറയണേ, അച്ഛനെങ്ങാൻ അറിഞ്ഞ ും അച്ഛൻ വരട്ടെ. എന്റെ അച്ഛനാ, ഞാൻ പറഞ്ഞതേ കേൾക്കൂ. കുട്ടി, നീ ഒന്ന് പോയി റെഡിയാവാൻ നോക്ക്. അല്ലെങ്കിൽ എനിക്കാവും അമ്മയുടെതല്ലേ. മുത്തശ്ശി തല്ലോ കരികാലല്ലേ, പറയാൻ പറ്റോ? അതെന്ത് കാലം? അങ്ങനെയും ഒരു കാലുണ്ട്. ജനങ്ങളിൽ നിന്ന് അമ്മ പറഞ്ഞതനുസരിക്ക് മാതാപിതാ ഗുരു ദൈവം. കുട്ടി പഠിച്ചിട്ടില്ലേ ശ്രീകുട്ടി? തല്ലിയിട്ടില്ല. അപ്പോഴേക്കും തുടങ്ങി അവളോട് എനിക്ക് വയ്യ. നീ എന്തിന്റെ കാര്യം? അല്ലെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ട് ആവുണ്ടല്ലോ. അതിന് ഞാനിപ്പോ എന്താ പറഞ്ഞ? ശിവ ശിവ ഒന്ന് പറഞ്ഞില്ലേ? ശിവ ശിവ കൊച്ചു കള്ളി. അപ്പൊ ഇതെല്ലാം നിന്റെ സൂത്രായിരുന്നു അല്ലേ? ആ ചെല്ലാനടിച്ച് പോയി റെഡിയാണോ? പണ്ടൊരു ചങ്കരം തന്നെ നിങ്ങളൊന്നും പറ്റിച്ചതല്ലേ. ഇങ്ങനെ രക്ഷപ്പെടാൻ ഒരു സൂത്രം. നിന്റെ സൂത്രം ഇനി വേണ്ട. നിങ്ങളൊരു നിന്റെ സൂത്രം കാണാം. എന്റെ 2 പല പോയ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. എന്നിട്ട് കള്ള വണ്ടി കയറുന്നു. അങ്ങനെ ട്വീറ്റ് ചെയ്യാറുന്ന കാലം കയ്യിൽ പെടുന്നു. ഇന്നത്തെ കാര്യം കുശാലായി. അല്ലെങ്കിലും ഞാൻ തന്നെ പറഞ്ഞ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. നിങ്ങളൊക്കെ മലയിനടി കൊണ്ട് ചാവാനുള്ളതാണോ? ചട്ടുകാരുള്ള മലയെ വട്ടുകാരുള്ള മലയെ ഓലമാണ് മല. ചട്ടുകാലൻ മലയെ വട്ടുകാലൻ മലയെ കാലമാടൻ മലയെ ചട്ടുകാലൻ
സമ്മാനം. സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ? ഇല്ല, സാക്ഷികൾ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്താടി നിനക്ക് മാത്രം വയ്യായിക? മുമ്പർ കുത്തിപ്പൊട്ടിച്ച് കാലുകൾ ചവിട്ടിയെടുക്കും ഞാൻ. ഇതിനാണ് തിരിച്ചത്. രണ്ടോ മാത്രം വിധിക്കപ്പെട്ടതേ നിങ്ങൾ. മനസ്സിലായതാ? മനസ്സിലായേ. ഞങ്ങൾക്ക് വീടില്ല, ഈ തെരുവാ ഞങ്ങളുടെ വീട്. ഏതായാലും നമുക്ക് പുതിയ കൂട്ടുകാരെ കിട്ടുന്നല്ലേ, നമുക്ക് കളിക്കാം. അങ്ങനെയാണ് കളി കമ്മി. കടലിൽ ചാടും കൊക്കമ്പി ആരാ? കിഴക്ക് പൊന്തി പടിഞ്ഞാറ് നീരാടുന്നതും ആരാ? സൂര്യൻ. ആനയ്ക്കും നിലയില്ല, പാപ്പാനും നിലയില്ല, അമ്മമാടി കണ്ടത് കണ്ടജം വെള്ളം. ആനയ്ക്കും നിലയില്ല, പാപ്പാനും നിലയില്ല, അമ്പാടി കണ്ടത് കണ്ടജം വെള്ളം. മര്യാദക്ക് തെണ്ടാനിറക്കണം, മനസ്സിലായടാ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നമുക്ക് തെണ്ടാനിറങ്ങാന്. മോൾ എന്തിനാ വന്നത്? ഞങ്ങളുടെ കണ്ണിൽ മണ്ണിടാനാണ്. എന്തിനാ ശ്രീകുട്ടീനെ പറയുന്നത്? ശ്രീകുട്ടീനെ കണ്ടപ്പോൾ നമ്മളല്ലേ? ഞങ്ങളുടെ കാശ് കൊടുത്ത് വിലക്കി വാങ്ങിയ ആളാ. അയാളുടെ പണി മുഴുവൻ ചെയ്യുന്നത് ഞങ്ങളാ. എണ്ടിക്കിടുന്ന കാശ് എല്ലാം അയാൾ കൊണ്ടുപോകും. പണം പോരാതെ തല്ലും കൊള്ളും. ഞങ്ങളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. അത്രയ്ക്കും ദുഷ്ടനയാൾ. അയ്യോ, വീട്ടിലേക്കോ? ഞങ്ങൾക്ക് പേടിയാ. വീട്ടിലേക്ക് വന്നാലോ? സ്കൂളിൽ പോവാം. അയ്യോ, സ്കൂളിലേക്കോ? അതിനാ മല്ലയ്യൻ സമ്മതിക്കില്ല. സ്കൂളിലേക്ക് വന്നാൽ പഠിക്കാം, കളിക്കാം, പെരുത്ത് പേർക്ക് അറിവുണ്ടാക്കാം. ഇല്ല ശ്രീകുട്ടി, ഞങ്ങൾക്ക് അതിന് കഴിയില്ല. ഞങ്ങൾക്ക് ആളുകളെ പറ്റിച്ച് മടേന്ന് പണം ഉണ്ടാക്കി കൊടുക്കണം. അതാ പറഞ്ഞു സ്കൂളിലേക്ക് വരാൻ. സ്കൂളിലേക്ക് വന്നാൽ ആരെ പഠിക്കാനോ
പരീക്ഷണം നടക്കുന്നതൊക്കെ ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ശ്രീകുട്ടി, ഞങ്ങൾ കാരണം ശ്രീകുട്ടിയും അടികൊള്ളും. ഞങ്ങൾ ഇറങ്ങുക. കാണുക നിങ്ങൾ, കാതുള്ളവരെ കേൾക്കുക നിങ്ങൾ, അനാഥരാ പാവം ശ്രീകുട്ടി, ഞങ്ങൾ കാരണം ഒത്തിരി തല്ലുകൊണ്ട്. ഇത് ഞാനെങ്ങനെ മുത്തശ്ശി പാടി തരുന്ന പാട്ട്
ഇനി മുതൽ നിങ്ങൾ അനാഥരല്ല. നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. ഇനി നിങ്ങൾക്കും ശ്രീകുട്ടിക്കൊപ്പം പഠിക്കാം. അമ്മേ, ഞങ്ങളും അമ്മേനെ വിളിച്ചോട്ടെ. വിളിച്ചോളൂ. കൊതി തീരും വരെ വിളിച്ചോ. അമ്മേ, അമ്മ ക്ഷമയാണ് എൻ്റെ അമ്മ, അറിവാണ് എൻ്റെ അമ്മ. അമ്മ. അമ്മേ, മുത്തശ്ശി. ഞങ്ങൾക്കും മുത്തശ്ശിയെ കാണണം. മുത്തശ്ശിയുടെ കഥകൾ കേൾക്കണം. കൊണ്ടുവരാം. സ്വന്തം മാതാപിതാക്കളെ പരിചരിക്കുന്നവർക്ക് തന്റെ മക്കളിൽ നിന്നും സ്നേഹം ലഭിക്കാനുള്ള അർഹതയുള്ളൂ. നമുക്ക് നാളെ തന്നെ മുത്തശ്ശിയെ കൊണ്ടുവരാം. മുത്തശ്ശി വരും. നിങ്ങളോട് പറയാൻ ഒരുപാട് കഥകളുമായിട്ട്. മുത്തശ്ശി വരും ഞങ്ങളോട് പറയാൻ ഒരുപാട് കഥകളുമായി. മുത്തശ്ശി കഥകൾ കേട്ട് പാട്ടുകൾ പാടി സ്നേഹത്തിൻ ശീലുകൾ മൂടി ഒന്നാണെന്നറിയുക നമ്മൾ. നേരാണ് നേരാണ് നമ്മളൊന്നാണ്. ഓയ് നേരാണ് നേരാണ് നമ്മളൊന്നാണ്. മുത്തശ്ശി
ശൃംഗാരഹാസ്യം നാഗഹാരഭൂഷണം മുകുരാന്തക ശ്രീകതിരല്ലമ
വിഷുവെട്ടി പാടുന്ന പല്ലവിയായി കണ്ണരകണി കണ്ട് കൈനീട്ടമാകി കേരളമുണരുന്ന വിഷുദിനത്തിൽ പൂരത്തിൻ വരുവാനോളം ഉയർത്തിയ തൃശൂർ പൂരവും വേദമാസത്തിൽ തന്നെ ഇടവപ്പാതിയിൽ കുളിരും കൈരളി ഭക്ഷണേകം തുടികൊട്ടിടുന്നു മെക്കായിൽ നിന്നുള്ള ദിവ്യപ്രവാചകൻ നബി തിരുമേനിതൻ ജന്മദിനം മലയോര കുടികളിൽ ഉത്സവമേളം കരിങ്കാളിയായി തിരയാട്ടം വിപുല മസത്തിൽ കാടിന്റെ മക്കൾ കുടികൊട്ട് മതം തകവും
എന്നാൽ നമ്മുടെ ജനതയ്ക്കുമേൽ പാശ്ചാത്യവൽക്കരണത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്. അതിനെ ഒഴിവാക്കി തുടർച്ചയായി കഠിനാധ്വാനത്തിൽ കൂടിയും നിരന്തരമായ പ്രയത്നത്തിൽ കൂടിയും കറയറ്റ ഗുരുഭക്തിയിൽ കൂടിയും തികഞ്ഞ സദാചാരത്തിൽ കൂടിയും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയണം. മനുഷ്യജീവൻ ക്ഷണികമാണ്. അതുകൊണ്ട് ഒരു നിമിഷമെങ്കിലും ജീവിച്ചു എന്നതിന്റെ ഓർമ്മയിൽ നമ്മുടെ മനസ്സ് നിറയട്ടെ. ജയ് ഹിന്ദ്. जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा, जन गण मंगल दायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. सत्यमद धर्मं सरा स्वाध्यायात्मकं मातृदेवो भव, पितृदेवो भव, आचार्यदेवो भव, अतिथिदेवो भव, राष्ट्रदेवो भव. स्वदेश श्रीराम स्वदेश रक्षा. भारत माता की